കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ വൻ ലഹരി സംഘമെന്ന് പോലീസ് കണ്ടെത്തൽ. പിടിയിലായ അഹിന്ദ മണ്ഡൽ, സൊഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയയിലെ പ്രധാനികളാണ്. എറണാകുളം നഗരം, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന. കഞ്ചാവ് എത്തിക്കുന്നത് ഒഡീഷയിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തി. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി ലഹരി മാഫിയ ഇടപാട് തുടങ്ങിയിട്ട് 7 മാസമായെന്ന് പോലീസ് പറയുന്നു. നേരത്തെ പിടിയിലായ ഷാലിക്കിനാണ് ഇതര സംസ്ഥാന കഞ്ചാവ് മാഫിയയുമായി നേരിട്ട് ബന്ധമുള്ളത്. മറ്റു ക്യാമ്പസുകളിലേക്കും ലഹരി എത്തിച്ചിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പിടിയിലായ എഹിൻ മണ്ഡൽ കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. ബംഗാൾ, ഒഡീഷ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കഞ്ചാവിന്റെ വിതരണത്തിന് ഇയാൾക്ക് കീഴിൽ അതിഥി തൊഴിലാളികളുടെ ശൃംഖലയുണ്ട്. 1000 രൂപ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചു നൽകുന്നതിന് അതിഥി തൊഴിലാളികളെ നിയോഗിച്ചിട്ടുള്ളത്. അവരിലൊരാളാണ് ഇയാൾക്കൊപ്പം പിടിയിലായത്. ഇയാൾക്ക് കഞ്ചാവ് കൈമാറുന്നത് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ കഞ്ചാവുമായി പിടിയിലായ ദീപു മണ്ഡലാണെന്നും പോലീസ് പറഞ്ഞു. ഇയാളെയും ഈ കേസിൽ പ്രതി ചേർക്കും. ഒഡീഷയിൽ നിന്ന് കിലോഗ്രാമിന് 3000 രൂപ നൽകി വാങ്ങുന്ന കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചു വിൽക്കുന്നത് 15000 രൂപ മുതൽ 18000 വരെ നിരക്കിലാണ്. പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. 18000 രൂപ നിരക്കിലാണ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളി വഴി 5 പ്രാവശ്യം പോളിടെക്നിക് ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു. ഇൻസ്പെക്ടർ MB ലത്തീഫ്, SI മാരായ സെബാസ്റ്റ്യൻ P ചാക്കോ, SOG അംഗങ്ങളായ മഹീൻ അബൂബക്കർ, ഷിബു എന്നിവർ ചേർന്ന് ഒളിസങ്കേതത്തിൽ നിന്ന് ഇവരെ അതിസാഹസികമായാണ് പിടികൂടിയത്.